നമസ്തേ. ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് കയറുക രാവിലെ. നിറയെ കൃഷിയുള്ള പാടങ്ങൾ. എന്തൊക്കെ കൃഷിയാണെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. ശരി, എല്ലാ കൃഷികളും ഉണ്ട്. സൂര്യൻ രാവിലെ ഉദിച്ചു വരുന്നു. ആരും ഉണർന്നിട്ടില്ല. ഇനി ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിർത്തി റൂം എടുത്ത് 3-4 റൂമൊക്കെ എടുത്തിട്ട് എല്ലാവരും പ്രാഥമിക കൃത്യങ്ങളൊക്കെ അവിടെ നിർവഹിച്ചിട്ട് പിന്നെ അവിടെ തന്നെ ആ സമയം കൊണ്ട് അവർ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അത് കഴിച്ചിട്ട് യാത്ര തുടരും. അങ്ങനെ ആ പ്ലാൻ അവരുടെ. ഞങ്ങൾ കുറച്ച് ഡിലേ ആയതുകൊണ്ട് നിർത്താൻ താമസിക്കുന്നത്. ആളുകളൊക്കെ പെട്ടെന്ന് കയറി വരാൻ താമസിക്കുന്നതുകൊണ്ട് ഇതേയായി. കുറേ പുകയില കൃഷിയുണ്ട്. പുകയിലയാ കൂടുതൽ കൃഷി ചെയ്യുന്നത്. പുകയില, ചോളം, ഉള്ളി, അതായിട്ട് കൃഷി കൂടുതൽ. ശരിക്കും ബാംഗ്ലൂരിന് സിറ്റിയല്ലേ ഇത്. ബാംഗ്ലൂരിന്റെ പുറം ഭാഗമായിരുന്നു. ഇവിടെ പുകയില നിറയെ കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. ചോളത്തിന്റെ പാടുകളാണ്. പുകയിലയുണ്ട്, ചോളമുണ്ട്, ഇഞ്ചിയുണ്ട്. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണുന്നതൊക്കെ പുകയിലയുടെ ചെടികളാണ്. പുകയിലയും ചോളവും. പിന്നെ നിറയെ മാവിന്റെ തോട്ടങ്ങളുണ്ട്. മാവിന്റെ തോട്ടങ്ങളിൽ മാവ് പൂത്തു തുടങ്ങിയിട്ടേ ഉള്ളൂ. തേക്ക്, പ്ലാശ് എന്ന് പറഞ്ഞ മരമുണ്ട്. പ്ലാശ്, ചമത മരം. അതിന്റെ ഇല കൊണ്ടിട്ട് പേപ്പർ പ്ലേറ്റുകൾ ഉണ്ടാക്കുമല്ലോ ഉണക്കിയിട്ട്. ഇതൊക്കെ ബിൽഡേഴ്സ് വാങ്ങിച്ച് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ഈ കൃഷി സ്ഥലങ്ങളൊക്കെ. നമസ്തേ. ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് കയറുക രാവിലെ. നിറയെ കൃഷിയുള്ള പാടങ്ങൾ. എന്തൊക്കെ കൃഷിയാണെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. ശരി, എല്ലാ കൃഷികളും ഉണ്ട്. സൂര്യൻ രാവിലെ ഉദിച്ചു വരുന്നു. ആരും ഉണർന്നിട്ടില്ല. ഇനി ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിർത്തി റൂം എടുത്ത് 3-4 റൂമൊക്കെ എടുത്തിട്ട് എല്ലാവരും പ്രാഥമിക കൃത്യങ്ങളൊക്കെ അവിടെ നിർവഹിച്ചിട്ട് പിന്നെ അവിടെ തന്നെ ആ സമയം കൊണ്ട് അവർ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അത് കഴിച്ചിട്ട് യാത്ര തുടരും. അങ്ങനെ ആ പ്ലാൻ അവരുടെ. ഞങ്ങൾ കുറച്ച് ഡിലേ ആയതുകൊണ്ട് നിർത്താൻ താമസിക്കുന്നത്. ആളുകളൊക്കെ പെട്ടെന്ന് കയറി വരാൻ താമസിക്കുന്നതുകൊണ്ട് ഇതേയായി. പുകയില തോട്ടങ്ങളിൽ പുകയില പറിക്കുന്നത്. എൻ്റെ ആളുകൾ പുകയില പറിക്കുന്നുണ്ട്. പറിച്ചിട്ട് അവിടെ തന്നെ ഇട്ട് ഉണക്കും. അത് നിങ്ങൾക്ക് ഇറങ്ങി റെഡിയാകാനുള്ള സ്ഥലം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തിയതാണ്. കുർണൂൽ എന്ന് പറയുന്ന സ്ഥലമാണ്. നിറയെ സ്റ്റാച്യൂകൾ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. കടപ്പ സോണിലും ഉണ്ടാക്കുന്ന സ്റ്റാച്യൂകളുണ്ട്. തെലുങ്കാനയായത്.